നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൊസാദിനെടുക്കാനുള്ള അടുത്ത തല റെഡിയായി. പുതിയ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് മേധാവിയെ ഇറാൻ നിയമിച്ചതിന് പിന്നാലെ ഇസ്രയേലി പത്രങ്ങളിലെ വാർത്ത വന്നതാണ് ഇത്. ബ്രിഗേഡിയർ ജനറൽ മജീദ് ഖദാമിയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പുതിയ തലവൻ. ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ഖസേമിക്ക് പകരമായാണ് മജീദ് ഖദാമി ചുമതലയേറ്റത്. ഖസേമി കൊല്ലപ്പെട്ടിട്ട് ദിവസങ്ങളായി. എന്നിട്ടും അടുത്ത തലവനെ പ്രഖ്യാപിക്കാൻ നീണ്ട ചർച്ചകളും കൂടിയാലോചനകളും വേണ്ടിവന്നു. സാധാരണ ഖമനേയിയാണ് IRGCയുടെ തലവന്മാരുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. എന്നാൽ ഇക്കുറി ഇറാൻ പ്രതിരോധ മന്ത്രിയും മസൂദ് പെസഷ്കിയാനും തമ്മിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പല പേരുകളും ഉയർന്നു വന്നുവെങ്കിലും ആരും ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നാണ് വിവരങ്ങൾ. കാരണം മൊസാദ് പേടിയാണെന്ന പരിഹാസവും വരുന്നു. ഒടുവിൽ ഖദാമിയെ തീരുമാനിച്ചു. അത് ഖമനേയി അംഗീകരിക്കുകയായിരുന്നു അത്രേ. ഖദാമിയും പരമോന്നതന്റെ വളരെ വേണ്ടപ്പെട്ട ആളുതന്നെയാണ്. തലവനെ പ്രഖ്യാപിച്ച് തൊട്ടു പിന്നാലെ ഖദാമിക്ക് സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ റവല്യൂഷണറി ഗാർഡ്സ് ഉദ്യോഗസ്ഥനായ ഹസൻ മൊഹോഗെഗ്, മൊഹ്സെൻ ബഗേരി എന്നിവരും കൊല്ലപ്പെട്ടിരുന്നു. ജൂൺ 13-ന് ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മേജർ ജനറൽ മുഹമ്മദ് പാക്പോറാണ് ആ സ്ഥാനത്ത് ഇരുന്നത്. പിന്നീട് മുഹമ്മദ് പാക്പോറാണ് ബ്രിഗേഡിയർ ജനറൽ മജീദ് ഖദാമിയെ റവല്യൂഷണറി ഗാർഡ്സ് ചീഫായി മജീദ് ഖദാമിയെ നിയമിക്കുന്നത്. കഴിഞ്ഞയാഴ്ച ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നതിന് ഒരുങ്ങുകയാണെന്ന് ഇസ്രയേൽ പ്രതികരിച്ചു. എന്നാൽ ഈ വാദത്തെ ഇറാൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇസ്രയേലിന്റെ കടുത്ത ആക്രമണത്തിൽ ഇറാന്റെ നിരവധി IRGC ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇസ്രയേലിലെ ഒരു ആശുപത്രി തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമനേയി മുഹമ്മദ് പാക്പോരിനെ ചീഫ് ആയി നിയമിച്ചപ്പോൾ ഇനി നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്ന് ഇസ്രയേലിനോട് ഭീഷണി മുഴക്കിയിരുന്നു. ഖമനേയിക്ക് ചുറ്റും ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്. കാരണം വേണ്ടപ്പെട്ടവരെയെല്ലാം ഇസ്രയേൽ കൊന്നൊടുക്കി. തന്റെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട വേദനയിലാണ് പരമോന്നത നേതാവ്. അധികാരം മുഴുവൻ സൈന്യത്തിന് കൈമാറി ബങ്കറിൽ കുടുംബത്തോടെ ഒളിവിലാണ് ഖമനേയി. ഗാസയിൽ ഇസ്രയേൽ പയറ്റിയ തന്ത്രമാണ് ഇറാനിലും പയറ്റുന്നത്. അതായത് തലവന്മാരെയൊക്കെ തീർത്ത് കയറി അടിച്ച് നിരപ്പാക്കുക. ഇവിടെയും ആദ്യം തീർത്തത് IRGCയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ, പിന്നെ ആണവ ശാസ്ത്രജ്ഞരെ, പിന്നീട് ഖമനേയിയുടെ ഉപദേഷ്ടാക്കളെ. ചുറ്റും കവചം പോലെ നിന്നിരുന്നവരെയൊക്കെ ഖമനേയിക്ക് നഷ്ടമായി. ഇനി അവശേഷിക്കുന്നത് ഖമനേയി മാത്രം. ആ തല താമസിയാതെ മൊസാദ് എടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇറാൻ സേനയുടെ പുതിയ തലവനെ തീർക്കാനുള്ള പണി മൊസാദ് തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രയേലിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ഇറാൻ ആണവശേഷി നിർവീര്യമാക്കാൻ തങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കും. അമേരിക്ക പിന്തുണയ്ക്കുന്ന കാര്യം പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനിലെ അധികാരമാറ്റം ഔദ്യോഗികമായി ഇസ്രയേൽ ലക്ഷ്യമിടുന്നില്ല. പക്ഷേ അന്തിമ ബലം അതായിരിക്കും. അധികാരമാറ്റത്തെക്കുറിച്ച് ഇറാനിലെ ജനങ്ങൾ തന്നെ തീരുമാനമെടുക്കട്ടെ എന്നും നെതന്യാഹു പറയുന്നു. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. സൈനിക നടപടിക്ക് മുമ്പ് നയതന്ത്ര ശ്രമം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചു. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു. യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകുമെന്ന സൂചന ട്രംപ് നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് വൈറ്റ് ഹൗസിന്റെ വിശദീകരണവും വന്നത്. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ സൈനികമായി ഇടപെടരുതെന്ന് അമേരിക്കയ്ക്ക് റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റഷ്യൻ വിദേശകാര്യ ഡെപ്യൂട്ടി മന്ത്രി സെർജി റിയാബ്കോവാണ് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത്. അമേരിക്ക ഇസ്രയേലിന് നേരിട്ട് സൈനിക സഹായം നൽകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് റഷ്യയുടെ ഇടപെടൽ. ഇത്തരത്തിലുള്ള ഊഹാപോഹം പ്രചരിച്ചാൽ പോലും തങ്ങൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകും. അമേരിക്ക ഇടപെടുന്ന അവസ്ഥയുണ്ടായാൽ മുഴുവൻ സാഹചര്യത്തെയും സമൂലമായി അസ്ഥിരപ്പെടുത്തുന്ന നടപടി ആയിരിക്കുമെന്നും റിയാബ്കോവ് പറയുന്നു. സംഘർഷത്തിൽ തങ്ങൾ മധ്യസ്ഥത വഹിക്കാമെന്നും റഷ്യ അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ശക്തമായി തുടരുന്നു. ഇന്നലെ ഇസ്രയേലിൽ വീണ്ടും ഇറാൻ കനത്ത മിസൈൽ ആക്രമണം നടത്തി. ടെലവീവ് അടക്കം നഗരങ്ങളിൽ മിസൈൽ ആക്രമണമുണ്ടായി. 2 ആശുപത്രികളിലും മിസൈൽ പതിച്ചുവെന്ന്, നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നും റിപ്പോർട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണ കേന്ദ്രങ്ങൾ മിക്കതും തകർത്തുവെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ അവകാശപ്പെട്ടു. ഇസ്രയേലി നഗരങ്ങളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി കുറഞ്ഞു എന്നായിരുന്നു ഇസ്രയേൽ സൈന്യത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ ആ വിലയിരുത്തൽ തെറ്റിയെന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് ഇറാൻ നടത്തിയ ആക്രമണം. ടെലവീവ്, റമത് ഗാൻ, ഹോളോൺ, ബേർഷെബ എന്നീ ഇസ്രയേലി നഗരങ്ങളിൽ ഇന്ന് ഇറാന്റെ മിസൈലുകൾ വീണു. ബെർഷേബയിലെ സൊറോക്കോ ആശുപത്രിയിൽ കനത്ത നാശനഷ്ടമുണ്ടായി. കെട്ടിടങ്ങൾക്ക് കാര്യമായ നാശനഷ്ടമുണ്ട്.
നിരവധി പേർക്ക് പരിക്കുണ്ട് എന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒട്ടേറെ മലയാളികൾ ജോലി ചെയ്യുന്ന നഗരമാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. ഇറാൻ ഇസ്രയേലിന് നേരെ ഏകദേശം ഇതുവരെ 400 മിസൈലുകളെങ്കിലും പ്രയോഗിച്ചു എന്നാണ് കണക്ക്. ഇസ്രയേലിന് നേരെ ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു. ആകെ 24 പേർ കൊല്ലപ്പെട്ടു, 600 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സാഹചര്യം മോശമായതോടെ പല രാജ്യങ്ങളും ഇസ്രയേലിൽ നിന്നുള്ള പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നീക്കത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന ഇസ്രയേലി നഗരങ്ങളിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതിനിടെയാണ് ഇന്ന് കനത്ത ആക്രമണം ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.